അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതേ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ, ഇവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഗോവയിലെ അവസാന വീഡിയോ ആണിത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കുകയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ. ബാക്കി എല്ലാവരും ക്ഷീണിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചതും അവസാനിക്കുന്നതും മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂസൊക്കെ ഞാൻ കാണിച്ചു തരാം. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്, വളരെ വലുതുമാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ഒന്നും അധികം ആരും കാണിച്ചിട്ടുണ്ടാവില്ല. ഇത് വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇവിടെ വന്നപ്പം ഇവിടുത്തെ കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നല്ല മനോഹരമായ ഒരു വീഡിയോ. ഇവിടെ നമ്മൾ വന്നിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിനും അതേപോലെ തന്നെ ഫുഡും വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ടാക്സിയും ഓട്ടോയൊക്കെ കിട്ടും. അതിൻ്റെ ചാർജുകളൊന്നും എനിക്കറിയില്ല, കാരണം ഞങ്ങളെല്ലാം ബുക്ക് ചെയ്യാണ് ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഗോവ യാത്രയുടെ ഇതിനു മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം, അതിൽ നമ്മൾ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു യാത്രയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മുടെ ഏജൻസി കോഴിക്കോട് ഉള്ളവരാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഈ യാത്ര അറേഞ്ച് ചെയ്ത് തന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവരുടെ നമ്പറൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വളരെ ബഡ്ജറ്റ് കുറഞ്ഞ് ഗോവ യാത്ര നടത്താനായിട്ട് കഴിയുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ബുക്ക് ചെയ്യാതെ ഗോവയിൽ വന്നാലും നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാറൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ബസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ബസ് വരും. അവർ നമ്മളെ ഗോവ മൊത്തം ചുറ്റി കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. ഒരാൾക്ക് 300 രൂപയുടെ ചാർജ് വരും. ഇത് കണ്ടോ, കേരളത്തിലെ പോലെ തന്നെയാണ് നമ്മുടെ ഗോവയിലും. നായ്ക്കൾക്ക് ഒരു കുറവുമില്ല. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. 6 പ്ലാറ്റ്ഫോമുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്, പെയ്ഡായിട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അതിൽ കയറാൻ സ്ഥലം അവിടെയാണ്. നമ്മളെ കൊണ്ടിരിക്കലും ഭയങ്കര നടക്കാണ്ടോ മണ്ടി കൊടുക്കും അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് മഡ്ഗോവൻ. ഗോവയിൽ പ്രധാനമായിട്ട് 2 റെയിൽവേ സ്റ്റേഷനാണുള്ളത്, നോർത്ത് ഗോവയിലും സൗത്ത് ഗോവയിലും. അധികം ടിക്കറ്റ് എടുക്കാൻ എല്ലാവരും നോർത്ത് ഗോവയിലോട്ടാണ്. അവിടെയാണ് ബീച്ചുകളും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. ഇത് കണ്ടോ, ഈ ബ്രിഡ്ജിലോട്ട് കയറാൻ നമുക്ക് സ്റ്റെപ്പുകളൊന്നും അല്ല ഉള്ളത്. നല്ല പരന്ന് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഇതിൽ കൂടെ നമുക്ക് ട്രോളി ബാഗൊക്കെ വലിച്ചുകൊണ്ട് പോകാനൊക്കെ സുഖമാണ്. ഇത് ഇവിടുത്തെ മാത്രമല്ല, ഗോവയിലുള്ള ഈ ഞാനിങ്ങോട്ട് വന്നപ്പം കണ്ട ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ തന്നെയാണ്. ബ്രിഡ്ജൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, സ്റ്റെപ്പുകളല്ല. അപ്പോൾ നമ്മുടെ ഈ ട്രോളി ബാഗുകളൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാനൊക്കെ എളുപ്പമാണ്. കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ വീൽ ചെയറിൽ പോകുന്നവർക്കൊക്കെ നല്ല സുഖമാണിത്. കണ്ടോ, എവിടേക്ക് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നല്ല നീളമുണ്ടല്ലോ ഈ ലോകത്തിന്. ഗോവ മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ട്.
അതിൻ്റെ ടൈം എനിക്ക് കറക്റ്റ് അറിയില്ല. എന്താല്ലേ സൂര്യാസ്തമയം കാണാൻ നല്ല രസമുണ്ട്. അവിടെയും കണ്ട് ഇവിടെയും കണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു എക്സിറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. കൂടാതാ ഇത് 6ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇത് വല്ല ഫ്ലൈ കൂട്ടുള്ള 2 ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്. എൻ്റെ വൈഫും മെഷീൻ്റെ മോളും. അങ്ങോട്ട് നടന്നു നോക്കാം അല്ലേ? ഞങ്ങൾ 4 ആൾ മാത്രമാണ് നടക്കാൻ ഇറങ്ങിയത്. വൈഫും സിഗ്നേഷൻ്റെ മോനും അവിടെ ഇരിക്കുകയാണ്. അവർക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു. നമ്മുടെ ഗോവ ട്രിപ്പിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് വിട്ടാൽ മതി. ഞാൻ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് മറക്കണ്ട, റോയി 3R വീഡിയോസ് തന്നെയാണ്. ഇവിടെ നമുക്ക് ബൈക്ക് റെൻറ്റിന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബൈക്ക് വാടകയ്ക്ക് വിളിക്കാനും പറ്റും. കാറും ഓട്ടോറിക്ഷയും ഒക്കെ കിട്ടും. റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയാൽ ഒരുപാട് ടാക്സി ഒക്കെ കിട്ടും കേട്ടോ. നേരത്തെ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, മാറ്റി പറ. പുറത്തിറങ്ങി അത് റെയിൽവേ സ്റ്റേഷന് ഉള്ളിലല്ലേ. ഇതുണ്ടല്ലേ, എല്ലാത്തിനും ഒരേപോലത്തെ കളർ. ടാക്സിയിൽ എല്ലാത്തിനും കളർ ബ്ലാക്ക് മഞ്ഞ. ഇവിടെ ബൈക്ക് നമുക്ക് റെന്റിനും കിട്ടും, അതുപോലെ ടാക്സി ആയിട്ടും കിട്ടും. റോഡ് സൈഡിൽ കുറേ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗോവൻ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ളൊരു മസാജിങ് സെൻ്ററാണ്. അപ്പം വൈഫൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇതിന് ചെറിയൊരു പൈസ ഉള്ളൂ, 100 രൂപയാണ് മസാജിങ്ങിന്. ഇത് നമ്മുടെ രാത്രിയിലെ ഫുഡാണ്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ പൊറോട്ട ഉണ്ട്, ഇവിടുത്തെ താലുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളാണ്. നല്ല രസമുണ്ട് ഇവിടെ രാത്രി കാണാൻ. ഞങ്ങളുടെ ട്രെയിൻ ഒരുപാട് ലേറ്റാണ്. 9:15 വരേണ്ട ട്രെയിന് 10:45 11 മണിക്കേറ്റാണ് വരുന്നത്. അത്രയും ലേറ്റാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇതിൽ കൂടെ നടക്കുകയാണ്. ഐ ലവ് ഗോവ എന്ന് എഴുതിയൊരു LED ബൾബൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ്. ഞങ്ങൾ ഷോപ്പിംഗ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് കണ്ടു നോക്കൂ. ചെക്കന്മാർക്ക് ഇത്തിരി വലുതാണോ ഡൗട്ട്. ഡബിളാ ഡബിള് അങ്ങോട്ടേക്ക് ചെക്കന്മാർക്ക് വലുതായിരിക്കും. ആരില്ല പിള്ളേർ വലിയ ഷർട്ടല്ലേ നല്ലത്. ഇനി അതെടുത്തു ഇതൊക്കെ ഇടാൻ പറ്റി തന്നെ. ഈ കാണുന്നത് മാത്രമൊന്നുമല്ല കേട്ടോ. പിന്നെയും ഒരുപാട് ഡ്രസ്സ് അവിടെ നിന്ന് ഇട്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, അതൊക്കെ മുഷിഞ്ഞു പോയി. ഇത് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് വൈഫ്. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും വരാം. ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.
ഇത് മക്കൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. സ്വീറ്റ്സ്